ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, നമ്മുടെ സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ചുള്ള പ്രിയദർശിനി സൗജന്യ യാത്ര കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള ആശ്വാസം ചെറുതല്ല. സ്ത്രീകൾക്കാണ് യാത്രാ സൗകര്യം കിട്ടുന്നെങ്കിലും കുടുംബത്തിന് തന്നെ പൊതുവെ വലിയ ആശ്വാസം ഇതുവഴി ലഭ്യമായിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആനുകൂല്യം വളരെ കുറച്ച് മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലപ്പുറം ജില്ലക്കാർ, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ. കാരണം കേരളത്തിലെ മൊത്തം KSRTC ഷെഡ്യൂളുകളിൽ 4195-ൽ 130 എണ്ണം മാത്രമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. എന്ന് വെച്ചാൽ 3.09%. നമ്മുടെ ഓർഡിനറി ബസ്സുകളാണെങ്കിൽ 3125-ൽ 98 എണ്ണം മാത്രമേ മലപ്പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. 3.13% മാത്രം. അതുകൊണ്ട് മൊത്തം കേരളത്തിലെ 14% ജനസംഖ്യയുള്ള ഒരു ജില്ലയിലെ ജനങ്ങൾക്ക് ഈ വലിയ ആനുകൂല്യം 3% മാത്രമേ ഉപകാരപ്പെടുന്നുള്ളൂ എന്ന ഒരു വസ്തുത നിലനിൽക്കുകയാണ്. തിരൂരിൽ നിന്ന് നേരത്തെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന റൂട്ടുകളിൽ ഓടിയിരുന്ന വാഹനങ്ങൾ KSRTC ബസ്സുകൾ പലതും നിർത്തൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റൊന്ന് റോഡ് മോശമാണ് എന്ന പരാതിയിൽ, വേറൊന്ന് കോവിഡ് കാലത്ത് മൊത്തത്തിലുള്ള മാറ്റൽ. ഇങ്ങനെയെല്ലാം കൂടി നിർത്തൽ ചെയ്ത ബസ്സുകൾ പുനഃസ്ഥാപിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. തിരൂരിൽ നിന്ന് തന്നെ 10ഓളം റൂട്ടുകളിലാണ് ഇതേപോലെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബസ്സുകൾ നിർത്തിയിട്ടുള്ളത്. ഒന്ന് തിരൂരിൽ നിന്ന് പെരിന്തൽമണ്ണ, തിരൂരിൽ നിന്ന് എറണാകുളത്തേക്ക്, തിരൂരിൽ നിന്ന് പുറപ്പെട്ട് ആലിങ്ങൽ പുറത്തൂര്, അതേപോലെ മംഗലം പുറത്തൂര്, വെട്ടം ചീർപ്പ് വൈരങ്കോട്, വെട്ടം കോഴിക്കോട്, തൃപ്പറങ്കോട്, ശിവക്ഷേത്രം മലപ്പുറം തുടങ്ങിയ പ്രദേശത്തേക്കുണ്ടായിരുന്ന ഓർഡിനറി ബസ്സുകളെല്ലാം ഇപ്പോൾ നിർത്തൽ ചെയ്തിരിക്കുകയാണ്. അതേപോലെ കഴിഞ്ഞു സർ. അതേപോലെ തിരൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുണ്ടായിരുന്ന ലോ ഫോർ ബസ് റോഡ് മോശമാണ് എന്നതിൻ്റെ പേരിലാണ് നിർത്തിയത്. റോഡൊക്കെ നന്നാക്കിയിട്ടും അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തിരുനാവായ വഴി 2 ബസ്സുകൾ KSRTC ബസ്സുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നത് നമ്മുടെ ചെമ്പ്രവട്ടം വഴി തിരിച്ചുവിട്ടു. അതുവഴി കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതെയായ ഒരു സാഹചര്യം ഉണ്ടായി. തീരദേശത്ത് നിന്ന് തിരൂർ വഴി മെഡിക്കൽ കോളേജിലേക്ക് പുതിയ ഒരു വാഹന ഗതാഗത സൗകര്യം കൂടി ഒരുക്കിത്തരണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വാഹനങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം എന്ന അഭ്യർത്ഥനയോടുകൂടി എൻ്റെ സബ്മിഷൻ ഞാൻ അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. മലപ്പുറം ജില്ലയിലെ തിരൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലൂടെ പ്രസ്തുത ജില്ലയിലെ KSRTC യൂണിറ്റുകളായ പൊന്നാനി, മലപ്പുറം, പെരിന്തൽമണ്ണ, നിലമ്പൂർ എന്നിവയിൽ നിന്നുമുള്ള 42 സർവീസുകൾക്ക് പുറമെ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ യൂണിറ്റുകളിൽ നിന്നും ആരംഭിച്ച് തിരൂർ മണ്ഡലം വഴി കടന്നുപോകുന്ന 51 സർവീസുകളും നിലവിലുണ്ട്. ഇവയിൽ ഹ്രസ്വ ദീർഘദൂര അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ തിരൂർ നിയോജകമണ്ഡലത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന സർവീസുകൾ 22 എണ്ണം യാത്രക്കാരുടെ എണ്ണവും വരുമാനവും കുറഞ്ഞ സാഹചര്യത്തിൽ നിർത്തിവച്ചിരുന്നു. എന്നിരുന്നാലും നിലവിൽ KSRTC സർവീസുകൾ മാത്രമുള്ള റൂട്ടുകളിൽ യാത്രാവശ്യം പരിഗണിച്ച് ആവശ്യമായത്ര അധിക ട്രിപ്പുകൾ പരാതിരഹിതമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇവയിൽ സാമൂഹ്യ പ്രതിബദ്ധത കൂടി കണക്കിലെടുത്ത് വിദ്യാർത്ഥി കൺസെഷൻ നൽകിയിട്ടുള്ള ട്രിപ്പുകൾ, ഒറ്റപ്പെട്ട യാത്രാ സൗകര്യമില്ലാത്ത ആദിവാസി മേഖലകൾ, തീരദേശ മേഖലകൾ, തോട്ടം തൊഴിലാളി മേഖലകൾ തുടങ്ങിയ മേഖലകളിലേക്കുള്ള സർവീസുകൾ, ട്രിപ്പുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ ഗ്രാമവണ്ടി പദ്ധതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നിരവധി ഗ്രാമവണ്ടി സർവീസുകൾ വടക്കൻ മേഖലയിലടക്കം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി, ഇത് സമയത്തിന്റെ ക്ലിപ്തത നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി ദീർഘമാണെങ്കിൽ അത് ടേബിൾ ചെയ്യാവുന്നതാണ്. ഒരു വരിയോടെ ഉള്ളൂ. ഗ്രാമവണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനും നിർത്തിവെച്ച സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിനും KSRTCയുടെ വിവിധ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു.